കുമാർ സാറാണ്. നമ്മളത് പ്ലസ് വൺകാർക്ക് വേണ്ടി ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ്. ഇന്ന് 10 ചോദ്യം ഉൾപ്പെട്ട ഒരു ക്ലാസ് ആണ്. ആദ്യം തന്നെ ഇതേപോലുള്ള ഇനി ക്ലാസ്സുകൾ ഇങ്ങനെ വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ പുതിയ കാര്യങ്ങളും, അത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരെ എല്ലാ എക്സാമിനെ കുറിച്ചുള്ള ന്യൂസുകൾ, ഡേറ്റുകൾ എല്ലാം കൃത്യമായിട്ട് ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ആദ്യം വരും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഏകദേശം 4 വർഷമായിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ ശേഷം. ഇപ്പൊ ഏകദേശം നമുക്കൊരു 98,000 മീൻസ് 98,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1,02,000 കുറവേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ട് എന്ന് തോന്നിയാൽ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിലോട്ട് എത്തിക്കുക. പല കുട്ടികൾക്കും ഇത്രയും വർഷം കൊണ്ട് ഒത്തിരി കുട്ടികൾക്ക്, ഒത്തിരി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രയോജനം ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കുക. ഈ പ്രോബ്ലംസുകളെല്ലാം ഒരു ബുക്ക് എടുത്തു വെച്ച് അങ്ങ് ചെയ്തേക്കണം. കാരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോകും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള അടിപൊളി ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അതിലൂടെ കിട്ടുകയും ചെയ്യും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പ്രാർത്ഥന കാണും, നിങ്ങളും കൂടെ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ കയറാം. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ബിയുടെ എന്താണ്? സബ്സെറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി ആൻഡ് എ യൂണിയൻ ബി? എ ഇന്റർസെക്ഷൻ ബി അല്ലെ, ഇന്റർസെക്ഷൻ രണ്ട് സെറ്റുകളുടെ കോമൺ എന്നാണ് അല്ലെ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വെണ്ടേഗ്രം പറയുവാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെയാണ്. ഇത് എ ആണ്, ഇത് എ ആണ്, ഇതാരാ? ബി ആണേ. അപ്പോൾ എയുടെയും ബിയുടെ ഇന്റർസെക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ എ യൂണിയൻ ബി ചോദിച്ചാൽ ആരായിരിക്കും? അത് ബി ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒന്നാമത്തേത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനോടൊന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ്, ആ വേർഡ് എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ്, ദെൻ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി? അപ്പൊ അങ്ങനെ വരുമ്പോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആയിരിക്കും. നൾ സെറ്റ്. നമുക്ക് എന്താണ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ? ഇത് എ ആണേ, ഇത് ബി ആണ്. ഇതാ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ജോയിന്റ് അല്ല, മീൻസ് കോമൺ ഇല്ല എന്നർത്ഥം. എന്ന് പറയുമ്പോൾ അതിന് ഇന്റർസെക്ഷൻ ആരായിരിക്കും? ആരെങ്കിലും കോമൺ ഉണ്ടോ? രണ്ടടുത്തായിട്ട് കിടക്കുക, കോമൺ ഇല്ലാത്തതുകൊണ്ട് അതിന് ഇന്റർസെക്ഷൻ ആരായിരിക്കും? 5 ആയിരിക്കും. ഞാൻ ഇതിനോട് ഓർമ്മിപ്പിച്ചത് വളരെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, എ യൂണിയൻ എ കോംപ്ലിമെന്റ്. ഏത് ഒരു സെറ്റ് എടുത്താലും ആ സെറ്റും അതിന്റെ കോംപ്ലിമെന്റും കൂടെ യൂണിയൻ ആരെന്ന് ചോദിച്ചാൽ യു ആയിരിക്കും കേട്ടല്ലോ. എ യൂണിയൻ എ കോംപ്ലിമെന്റ്. അപ്പൊ അതിനോട് നമുക്ക് അനുബന്ധിച്ച് പറയാൻ പറ്റുന്നത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ആരെന്ന് ചോദിച്ചാൽ 5 ആയിരിക്കും കേട്ടോ. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത മറ്റൊരു ഇമ്പോർട്ടന്റ്, എ ഈസ് 4, 7, 8 ആൻഡ് എൻ ഓഫ് ബി ഈക്വൽ ടു 2. ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലോട്ട് എത്ര റിലേഷൻസ് എഴുതാം? റിലേഷൻസിന്റെ എണ്ണത്തിന്റെ ഫോർമുല 2 raised to m into n എന്നാണ്. mn. ഓക്കെ, m and n are the number of elements in the given sets. ഇവിടെ നോക്കിക്കേ, എയ്ക്കുള്ളിൽ 4, 7, 8 3 പേർ, ഇവിടെ കറക്റ്റ് ആയിട്ട് 2 പേർ. അപ്പൊ നോക്കിക്കേ, that is 2 raised to 3 into 2, that is 2 raised to 6. What is 2 raised to 6? 64. ഓക്കെ, ആൻസർ എത്രയാണ് മോനെ? 64 റിലേഷൻസുകൾ എയിൽ നിന്നും ബിയിലോട്ട് നമുക്ക് ഫോം ചെയ്യാം എന്നർത്ഥം. ഓക്കെ, ഇനി ഒരു ഇന്റർവെന്റ് ഒരു ക്വസ്റ്റൻ ആണ്. സെറ്റ് ഓഫ് 4x such that -3 less than x less than or equal to 5 x element of R. ഇതിപ്പോ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. ഇതിന്റെ റോസ്റ്റർ ഫോം ഒന്ന് ആലോചിച്ചെന്ന് പറഞ്ഞേ. ഇതിന്റെ റോസ്റ്റർ ഫോം ആരായിരിക്കും? -3 less than x less than or equal to 5. ഓക്കെ, ഇനി എന്റെ നിർബന്ധം എന്ന് പറഞ്ഞേ, ഇവിടെ നോക്കിക്കേ, -3 5. അപ്പൊ -3 എഴുതുക, 5 എഴുതുക. നമ്മുടെ ആ ബ്രാക്കറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ, സിമ്പിൾ ബ്രാക്കറ്റ്. ഇവിടെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, തീർന്നു. ഇതിപ്പോ സെമി ഓപ്പൺ ഇന്റർവെൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, z ഈക്വൽ 1 + i the whole square then conjugate of z. It's very important. 1 + i the whole square എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ് z. അങ്ങനെയാണ് ഇതിന്റെ കോഞ്ചുഗേറ്റിനെ കണ്ടുപിടിക്കണം. അപ്പൊ കോഞ്ചുഗേറ്റ് എഴുതുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അവനെ ഐയുടെ സൈൻ അങ്ങ് മാറ്റിയാൽ ഇല്ലയോ? ഇവിടെ ഇപ്പൊ ഹോൾ സ്ക്വയർ എടുക്കുന്നുണ്ട്, ഐയുടെ സൈൻ മാറ്റിയാൽ ആൻസർ ആവില്ല. അതുകൊണ്ട് ചെയ്യേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം നമ്മൾ അങ്ങ് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു a + b the whole square എന്നല്ലേ? 1 + i the whole square is in the form of a + b the whole square, a square plus 2ab plus b square. 1 + i the whole square is 1 square plus 2 into i plus i 1 square. ഓക്കെ, അല്ലെങ്കിൽ i square. ഓക്കെ, 1 + i the whole square 1 square 2 into 1 into i plus i square, a + b the whole square. അപ്പൊ ഇവിടെ 1 square 1 ഇങ്ങനെ എഴുതിയേക്കാം. 1 square 2 into 1 into i plus ആരാ? i square. That is 1 square എത്ര തന്നെയാ മോനെ? 1. 2 into 1 into i എന്ന് പറഞ്ഞാൽ 2i ആണ്. i square is എത്ര മോനെ? -1. ഓക്കെ,
അപ്പൊ ഈ +1 -1 വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2a. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പർ 2a. ഇനിയാണ് നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കേണ്ടത്. അപ്പൊ 2a നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു 0 + 2i. ഓക്കെ, അപ്പൊ അതിന്റെ കോഞ്ചുഗേറ്റ് അപ്പൊ ആരായിരിക്കും? 0 - 2i. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ചെയ്യേണ്ട ക്വസ്റ്റൻസുകൾ കോംപ്ലക്സ് നമ്പർ വരും. വലിയ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റ്, ഇൻവേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് NC7 = NC3, then NC10 = dash. NC7 = NC3. ഇങ്ങനെ NC7 = NC3 എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ ഒരാൾ ചോദിച്ചാൽ ഇത് തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ദാറ്റ് ഈസ് 7 + 3. ആൻസർ ആരാണ്? 10. ഓക്കെ, അപ്പൊ n കിട്ടി. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചത് NC10 ആ. അപ്പൊ എന്നിന് 10 കിട്ടിയ സ്ഥിതിക്ക് NC10 എന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 10C10. 10C10 എത്ര മോനെ? 1 ആണ്. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ ഈസ് 1. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ഇപ്പൊ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റൻ ആണേ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ മിഡിൽ ടേം ഓഫ് 2x + 3/x ഹോൾ റൈസ് ടു 12? ഇതിന്റെ മിഡിൽ ടേം ആരാണെന്നാണ്, എത്രാമത്തെ എന്നാണ് അല്ലെ. അല്ലാതെ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരണ്ട. എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന നടുക്കത്തെ ടൈമിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരണ്ട. എത്രാമത്തേതാണ് ഇതിന്റെ മിഡിൽ ടൈം, എത്രാമത്തേതാണ് നിൽക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 12 മോനെ. 12 ആണെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് എത്ര ആയിരിക്കും? 13. ഒന്ന് കൂട്ടി. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ പവർ +1, ദാറ്റ് ഈസ് 12 + 1 13. അങ്ങനെയാണെങ്കിൽ മോനെ 13 പേരുണ്ട് അല്ലെ. 13 പേരുണ്ട്. എക്സ്പാൻഡ് ചെയ്താൽ 13 പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുകയെന്ന് വിചാരിച്ചേ. നിരന്ന് നിൽക്കുമ്പോൾ നടുക്കത്തെ ആൾ എത്രാമത്തെ ആയിരിക്കും? എളുപ്പം. 13 പേരിങ്ങനെ നിരനിൽക്കുന്നു. അപ്പൊ നടുക്ക് വരുന്നവൻ എത്രാമത്തെ? 7ാമത്തെ. ഓക്കെ, കാരണം ഇപ്പുറത്തോട്ട് 6, അപ്പുറത്തോട്ട് 6. അപ്പോൾ 7ാമത് നിൽക്കുന്നവൻ നടുക്ക്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പകുതി +1 അങ്ങനെ എടുത്താലും മതി. 12ന്റെ പകുതി 6 + 1. അപ്പൊ ഓക്കെ, അപ്പൊ 7th ടൈം ഈസ് ദ മിഡിൽ ടൈം ഓഫ് ദിസ് എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, 5π/3 = ഡാഷ് ഡിഗ്രി. 5π/3 എന്ന് പറഞ്ഞാൽ റേഡിയൻ ആണ്. ഇതിന്റെ ഡിഗ്രി എത്ര ആണെന്നാണ്. ഇതിന്റെ ഡിഗ്രി നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. ഫോർമുല ഇല്ല, നമുക്ക് ചെയ്യാം. 5π/3 അല്ലേ. നിങ്ങൾ ആ 5നെ ഒന്ന് വിട്ടേ. 5നെ വിട്ട ശേഷം ബാക്കി ആരാ മോനെ? π/3. π/3 എന്ന് പറഞ്ഞാൽ ഡിഗ്രി എത്ര? 60 ഡിഗ്രി അല്ലെ, 60. അപ്പൊ 5π/3 5 × 60 300. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ, 300 കേട്ടോ. അപ്പൊ π/3 60 ആണ്. അപ്പൊ 5 × π/3 5 × 60 300. ഓക്കെ, നെക്സ്റ്റ് 3x - 4y + 1 = 0. വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് ദിസ് സ്ട്രെയിറ്റ് ലൈൻ? ഇതിന്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. ഇതാണ് കേട്ടോ. മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. മൈനസ് അങ്ങ് ഇടണം. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ മോനെ? 3. ഓക്കെ, വൈയുടെ കോഎഫിഷ്യന്റ് എത്ര മോനെ? -4. 2 മൈനസ് പ്ലസ് ആയി. ഫൈനൽ ആൻസർ ഈസ് 3/4. ഇതാണ് എന്റെ സ്ലോപ്പ് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് -3 -5 -6 ലൈസ് ഇൻ വിച്ച് ഓക്ടന്റ്? എക്സാമിന്റെ ഷുവർ ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം 3Dയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ക്വാഡ്രൻസ് പഠിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അല്ലെ. ഇപ്പൊ എന്താണ് ഓക്ടൻസ്? ഓക്ടൻസ് എന്ന് പറഞ്ഞാൽ 8 പാർട്സ്. അപ്പൊ ഈ പോയിന്റ് എത്രാമത്തെ പാർട്ടിൽ വരും? എത്രാമത്തെ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതൊന്ന് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ അതിന് മെത്തേഡൊക്കെ ഉണ്ട്, ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് വരുന്നത് 7th ഓക്ടന്റ് ആണ് കേട്ടോ. 7ാമത്തെ. അപ്പൊ നമ്മുടെ താഴെ അവരിങ്ങനെ പറയും 5th ഓക്ടന്റ്, 7th ഓക്ടന്റ്, 3rd ഓക്ടന്റ്, ഇങ്ങനെ പല ഓപ്ഷൻസ് തരും. നിങ്ങൾ അതിന് 7th. അപ്പോൾ ഇത് മാത്രമല്ല, മറ്റുള്ളവർക്ക് സൈനൊക്കെ മാറുമ്പോൾ അനുസരിച്ച് മാറും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനിയും വരും നമ്മുടെ ക്ലാസ്സുകൾ. എപ്പോഴും ഇങ്ങനെ എക്സാം വരെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാനും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.